ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വല്ല കിശുമത്ത് പണിയും ചെയ്ത് ഇന്നത്തെ ദിവസം കളയാന്ന്. അങ്ങനെ ഞാൻ പാറുവിൻ്റെ ഒരു ബ്ലൗസ് എടുത്തിരുന്നതാണ്. പക്ഷേ സാധനം കൈ കിട്ടി ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. ഇപ്പം കുറേ നാൾ കൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ പോക്ക്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. പക്ഷേ സാധനം എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് മൈൻഡ് പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ടായിപ്പോയി. പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ഒരു 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 ബുദ്ധി ഇല്ലാത്തൊരവസ്ഥ. എന്തായാലും സാധനം എടുത്തും കൊണ്ടിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്ത് വെക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങി കേട്ടോ. ഇപ്പം കുറേ ദിവസമായിട്ട് എനിക്ക് ഈ പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്ക് അത്ര പ്രകടമായി കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാലിൽ മന്ത് പിടിച്ച കണക്ക് നീരും നടുവിന് എന്തെന്നില്ലാത്ത വേദനയും കൊണ്ടാണ് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ഞാൻ കിടക്കുന്നു എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഉറങ്ങാറില്ല. മിക്ക ദിവസവും രാത്രി ഒരു 2:30-3 മണിയാകുമ്പം എനിക്കൊരു വിശപ്പ് വരും. തനിയെ എണീറ്റ് അടുക്കളയിൽ ആരും അറിയാതെ പമ്മി പൂച്ചയെ കണക്ക് പോയി എന്തെങ്കിലും ഉണ്ടാക്കി തിന്നുന്നതാണ് ഇപ്പം എൻ്റെ ഹോബി. എൻ്റെ ഈ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ കൂട്ടി എന്തെങ്കിലുമൊക്കെ മാവ്, അതായത് അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ മാവ് അരച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിരിക്കും. കാരണം ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് കഴിക്കാനുള്ള സ്റ്റാമിന എനിക്ക് അപ്പം കാണത്തുമില്ല. മാത്രമല്ല ഈ ഏത്തപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിൽ കാരണം എനിക്ക് അന്നത്തെ ദിവസം പിന്നെ ഉറക്കാനേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ 7 മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ 7 മാസം തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാൻ തുടങ്ങി. ഇതുവരെയും പ്രഗ്നൻസി വളരെ എളുപ്പമുള്ളൊരു കാര്യം ആണ് എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലുണ്ടാകുന്ന വളരെ ഭയാനകമായ ഛർദിലും ക്ഷീണവും കാര്യങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്കുള്ള ഫുഡൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്കാരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഓവർ കോൺഫിഡൻസും എനിക്കുണ്ട്. ഇവിടെ എൻ്റെ അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു തന്നാൽ ആ സമയം തന്നെ അമ്മ ഇത് സാധിച്ചു തരാൻ നോക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രേവിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അമ്മയ്ക്ക് ഇനി വയ്യാമെങ്കിൽ പോലും അമ്മ ഇഴഞ്ഞായാലും പോയത് ചെയ്തു തരും. എൻ്റെ അമ്മ ഒരു സമയം അടങ്ങിയിരിക്കാത്ത റെസ്റ്റ്ലെസ് ലേഡിയാണ്. അങ്ങനത്തെ ഒരാൾ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മ റെസ്റ്റ് എടുക്കുന്നതാണ് പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം. അപ്പം ഞാൻ പറയും അമ്മ അവിടെ പോയിരിക്കും ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാർ സമ്മതിക്കാറുമില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടിയിടുന്നതും വഴക്കിടുന്നതും അതിന് വേണ്ടിയിട്ടാണ്. മിക്ക ദിവസവും ഞാൻ റൂമിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്യാറ് വരെയുണ്ട് എൻ്റെ അമ്മയെ. വിഷയത്തിൽ നമ്മൾ തെന്നിമാറിയും തോന്നുന്നു. ഇതാണ് ഞാൻ ചെയ്ത ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് കൈയും കൂടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നടുവേദനയും എന്നെ അനുവദിക്കുന്നില്ല ഗൈസ്. അങ്ങനെ ഞാനത് എങ്ങനെയൊക്കെയോ ആ നെക്കിൻ്റെ ആ ഒരു ഷോൾ ഇടുന്ന ഭാഗം നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്ക് സൈഡ് ചെയ്യാനുള്ള മൂഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ചെയ്ത് അവൾക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ.